അഷ്കർടെക് എന്ന യൂട്യൂബ് ചാനൽ ഇപ്പം എന്നൊക്കെ ഹാക്ക് അതിനെ കേട്ടിട്ട് 25-ാം തീയതി ഞായറാഴ്ചയാണ് തോന്നുന്നു. ഇപ്പം ഇന്നൊക്കെ അഷ്കർടെക് എന്ന ചാനൽ അറൗണ്ട് 7 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സുള്ള ചാനൽ ഹാക്ക് അതിനെ കേട്ടത്. അപ്പോൾ അഷ്കർ വ്ളോഗ്സിൽ അതിൻ്റെ വീഡിയോസ് അഷ്കർടെക് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ചാനൽ ഹാക്ക് അതിനെ പറഞ്ഞിട്ട് അപ്പോൾ രാത്രി കഴിഞ്ഞാൽ ആ ചാനലുണ്ട്. ഇനിയിപ്പോൾ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് തന്നെ കിട്ടുന്നില്ല. ഇപ്പോൾ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടില്ല. അതൊക്കെ ചാനലുണ്ട്. ചാനലിൽ എല്ലാ വീഡിയോസും കാണുന്നില്ലേനൊക്കെ. ഒരു വീഡിയോ ഉണ്ട് അത് പ്രൈവറ്റാക്കി വെച്ചിരിക്കുന്ന ലൈവ് ഒക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അഷ്കർടെക് പറഞ്ഞ ഫാൻസ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതായത് ഫാൻസ് പേജൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലിപ്പോൾ അഷ്കർടെക്കിത്തെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ കാണുന്നതാ ഇതേപോലെയാണ് വീഡിയോസൊക്കെ പ്രൈവറ്റ് തന്നെ കാണിക്കുന്നത് ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ആ ലിങ്ക് വർക്ക് തന്നെ ആകുന്നില്ല അവസ്ഥയാണ്. അതായത് ചാനലിൽ ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് ഒക്കെ. അതായത് ചാനലുണ്ടെങ്കിലും യൂട്യൂബിൽ പക്ഷേ ചാനലില്ലാത്ത അവസ്ഥയാണ് ഒക്കെ. ഇനി ചാനൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അറിയാൻ പറ്റില്ല. എന്തായാലും ചാനൽ ഡിലീറ്റ് ആക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കേസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും തിരിച്ചു കിട്ടും. അഷ്കർ ബ്രോ വിഷമിക്കേണ്ട, തിരിച്ചു കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞങ്ങളെല്ലാവരും പരിശ്രമിക്കാം. ഓക്കെ, ഞങ്ങളെന്തായാലും മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇതും നല്ല കാരണം. അഷ്കർടെക് എന്നുള്ള പേരിൽ ആരെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിക്കണമെങ്കിൽ ഇന്ന് മുതൽ അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം അഷ്കർടെക് പുതിയൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ അത് പുതിയ ചാനലാണ്. അത് കയറി വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇടയിൽ കുറേ ആൾക്കാർ ഫേക്ക് ചാനൽസ് ഉണ്ടാക്കിയാണ്ട് അതേ പ്രൊഫൈൽ ഫോട്ടോ അതേ പേരും വെച്ച് ഉണ്ടാക്കിയാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. ഓക്കെ, കാരണം ഒരു പുതിയ ചാനൽ തുടങ്ങി തിരിച്ചവിടേക്ക് എത്തുമ്പോഴത്തേന് തന്നെ അതിൽ 6 ലക്ഷം ദിവസം കൊണ്ട് അടിക്കില്ല. ഉറപ്പാണ് 1 ലക്ഷം അടിക്കും, 1 ലക്ഷം തന്നെ അടിക്കും. അപ്പോൾ ഇനി ഇങ്ങനെ ചാനൽ എനിവേ ഈ ചാനൽ അഷ്കർടെക്കിൻ്റെ ഓൾഡ് ചാനൽ ഹാക്ക് അയക്കണമെങ്കിൽ തന്നെ പുതിയ ചാനൽ തുടങ്ങി വരുമ്പോൾ തന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആകെ പറയാനുള്ള ഇത്രേ ഉള്ളൂ. അഷ്കർടെക്കിൻ്റെ പേര് നിങ്ങൾ ഒരു ഫേക്ക് ചാനൽ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾ ഫാൻസൊക്കെ ആണെങ്കിൽ അഷ്കർടെക് ഫാൻസ് ക്ലബ്ബ് പോലത്തെ ചാനൽസ് ആ പേര് ചേഞ്ച് ചെയ്യും. ഓക്കെ, ആ ഒരു പ്രൊഫൈൽ ആ ഒരു പേര് വെച്ച് ദയവ് ചെയ്താലും അങ്ങനത്തെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാതെ നിൽക്കാൻ നോക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രൊഫൈലും പേരും കാര്യങ്ങളൊക്കെ മാറ്റുക. കാരണം ഇനി എന്തിനാ മാറ്റാൻ പറ്റുന്നത് വെച്ചാൽ ഇനി അഷ്കർടെക് എനിവേ ഈ ചാനൽ എന്തെങ്കിലും പറ്റി ചാനൽ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബ്രോ ചിലപ്പോൾ പുതിയ ചാനൽ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയാൽ തന്നെ ചിലപ്പോൾ അത് കുറച്ച് പുഷപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും മറ്റു ചാനൽസിനായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്. അതായത് കള്ള ചാനൽസിനായിരിക്കും, അതായത് ഫ്രോഡ് ചാനൽസിനായിരിക്കും അത് കിട്ടും. ഓക്കെ, ആ സബ്സ്ക്രൈബേഴ്സും അതിൻ്റെ ഞങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി വരുന്നുണ്ട്. അഷ്കർ ബ്രോ നമുക്ക് തന്നെ നോക്കാൻ വേണ്ടി നമുക്കൊരു പുതിയ ചാനൽ തുടങ്ങാൻ ബ്രോ വിഷമിക്കണ്ട. ഞാൻ കുറേ നോക്കി കേട്ടോ. എന്തായാലും യൂട്യൂബിനോട് എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തേക്കും എനിക്കറിയാം. എന്തായാലും ഭയങ്കര വിഷമമുണ്ട്, സത്യമായിട്ട് നല്ല വിഷമമുണ്ട്. കാരണം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഫാൻസ് ക്ലബ്ബ് വരാണ്ട് വാട്സപ്പിൽ അഷ്കർടെക് ഫാൻസ് ക്ലബ്ബ് പറഞ്ഞാണ്ട്. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ രാവിലെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അഷ്കർടെക് ഹാക്കായി ഇതായി പറഞ്ഞാണ്ട്. അപ്പോൾ എന്തായാലും വേഗം വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും എനിക്ക് പറയാൻ എത്രേ ഉള്ളൂ, അഷ്കർടെക്കിൻ്റെ ചാനലിന് ഹാക്കായില്ല എനിക്കറിയണ്ട. പക്ഷേ ഇനി മേലാൽ അഷ്കർടെക്കിൻ്റെ ആ ഒരു പ്രൊഫൈൽ പേരും ആ പ്രൊഫൈലിൻ്റെ പേരും ആ പേരൊന്ന് ചേഞ്ച് ചെയ്യുക, ആ പ്രൊഫൈൽ പിക്ചർ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ആ പേരിൽ ആ പ്രൊഫൈൽ പിക്ചർ ദയവ് ചെയ്ത് ആരും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാതെ നിൽക്കുക. ഈ അവസരത്തിൽ ഒരുപാട് പേര് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പക്ഷെ അതൊന്നും നമ്മൾ ഒരാളെ ചാനൽ തകർത്തിട്ടല്ലേ നമുക്ക് ബാക്കിയുള്ളൊരു ഫേക്ക് ചാനൽ ഉണ്ടാക്കി നടക്കുക. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും തുടങ്ങിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. ഇത് ആരും പറയാൻ കേട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങളെ വ്യൂവേഴ്സ്, അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കൊക്കെ അതിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ്, അതായത് നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. ഇപ്പം ഞാൻ തന്നെ അഷ്കർടെക്കിൻ്റെ ഒരു ചാനലെടുത്ത് അഷ്കർ വ്ളോഗിൽ പറക്കണമെങ്കിൽ ആ ഒരു ചാനലിൽ പോകുമ്പോൾ തന്നെ ഒരുപാട് ചാനൽസ് അവിടെ ഉണ്ടാവും. അഷ്കർടെക്കിന് അടിച്ചെടുത്തു ഒരുപാട് ചാനൽസ് ഇപ്പോൾ കയറി വരുന്നുണ്ട് ഈ ഹാക്കയുടെ അവസരത്തിൽ. ഇതിന് മുമ്പ് അബ്രാഹിംസ് വേർഡ് ഒരു ചാനൽ ഹാക്ക് കഴിഞ്ഞു. പക്ഷേ ആ ചാനൽ യൂട്യൂബിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേരും മാറ്റി അതിൻ്റെ ഐക്കണും മാറ്റി യൂട്യൂബിലെ ചാനലുണ്ട്. അതുകൊണ്ട് തന്നെ സെർച്ചിൽ ആ ചാനൽ വന്നിന്. അബ്രാഹിംസ് വേർഡ് അടിച്ചു കൊടുത്താലും ചാനൽ സെർച്ചിൽ വന്നിന്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഇത് അഷ്കർടെക്കിന് അടിച്ചു കൊടുത്തിട്ട് ചാനൽ ഇപ്പോഴും വരുന്നില്ല. ഇനി ഹാക്കേഴ്സ് ആ ചാനൽ ഒന്നെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കും. പക്ഷേ ഇത്ര ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ആ വീഡിയോസൊക്കെ പ്രൈവറ്റ് തന്നെ കാണിച്ചു നോക്കുക. അപ്പോൾ ഒന്ന് ഉറപ്പാം അഷ്കർടെക്കിൻ്റെ ചാനൽ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചാനൽ തിരിച്ചു കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഡിലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തിരിച്ച് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ദയവ് ചെയ്ത് അങ്ങനത്തെ പേരും പ്രൊഫൈൽ വെച്ചും വെച്ച് ഇനി മുതൽ ആരും അങ്ങനത്തെ ചാനൽസ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കും. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുകണമെങ്കിൽ നിങ്ങൾ ഉടനെ പോയി റിപ്പോർട്ട് അടിക്കാതെ നോക്കാം. ഓക്കെ, അടുത്ത